ഇനി നമുക്ക് ലിഗ സ്ക്രൊമേൻ്റെ പർട്ടിക്കുലർ കേസിലേക്ക് വരാം. ലിഗ സ്ക്രൊമേൻ്റെ സഹോദരിയും അവരുടെ ബോയ് ഫ്രണ്ടും കൂടാണ് ലാത്വിയയിൽ നിന്ന് അവർക്ക് പിന്നെ ഡിപ്രഷനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് യോഗ സെൻറ്ററിലേക്ക് വന്നതാണ് തിരുവനന്തപുരത്ത് കോവളത്തുള്ള. ആ കോവളത്തെ യോഗ സെൻറ്ററിൻ്റെ ഡയറക്ടറെ സംശയിച്ചു പോലീസ് ആദ്യം അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ആൻഡ്രൂ ആണ് കേസ് കൊടുത്തത്. ഇത് മർഡർ ആണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തത്. 10-45 ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബോഡി, അഴുകിയ മൃതദേഹം തിരുവല്ലം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത്, കോവളത്തിനടുത്തുള്ള സ്ഥലമാണ്. അവിടുത്തെ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റിൽ ഒരു ബോട്ട്മാൻ കണ്ടെത്തുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ബോഡി കംപ്ലീറ്റ് ആയിട്ടും അഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും യാതൊരു സാഹചര്യ തെളിവും ഇല്ല, ഐ വിറ്റ്നസ്സസ് ഇല്ല. അങ്ങനെ യാതൊരു രീതിയിലും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇത് റേപ്പ് നടന്ന് കില്ല് ചെയ്തതാണോ എന്നുള്ളതിന് ഒന്നുമില്ലായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴത്തേക്ക് മനസ്സിലായി ഈ മരണത്തിൻ്റെ കാരണം വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ ഇവർക്ക് സംശയം തോന്നാൻ കാരണം ഇവർ സ്വയം വെള്ളത്തിൽ ചാടി മരിച്ചതാണോ അതോ ഇനി ആരെങ്കിലും മുക്കിക്കൊന്നാണോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. അവരുടെ ഈ തൈറോയിഡിൻ്റെ കാർട്ടിലേജ്, അതേപോലെ നെക്ക് ബോണിൻ്റെ കാർട്ടിലേജ് ഒക്കെ പല ബോൺസിനൊക്കെ ക്ഷതമേറ്റിട്ടുണ്ടായിരുന്നു. അതേപോലെ അവരുടെ തുടയിൽ രക്തം കട്ട പിടിച്ച പാടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും അവർക്ക് മനസ്സിലായത് മൽപ്പിടുത്തം നടന്നിട്ടുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടായതിന് ശേഷമാണ് മരണം സംഭവിച്ചതെന്നുള്ള കാര്യം മനസ്സിലായി. ചെളിയിലാണ് ബോഡി കിട്ടിയത്. അപ്പം ചെളിയെല്ലാം പുതഞ്ഞ് ഡീകമ്പോസിങ് സ്റ്റേറ്റിലായിരുന്നു. അപ്പോൾ ഈ സ്പേം വെച്ചിട്ടൊന്നും ചെക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇത് റേപ്പ് നടന്നിട്ടുണ്ട്. കാരണം അത്രയും സമയമൊന്നും സ്പേം കേടുകൂടാതെ ബോഡിയിൽ ഇരിക്കത്തില്ല. കാരണം അഴുകി തുടങ്ങിയ ബോഡിയാണ്. അപ്പോൾ ആ രീതിയിൽ അത് തെളിയിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെയാണ് അവിടെ നിന്ന് ഹെയറിൻ്റെ സാമ്പിൾ കിട്ടുന്നത്. ഹെയറിൻ്റെ സാമ്പിൾ കിട്ടിയപ്പോൾ കുറേ പേര് കസ്റ്റഡിയിൽ ഇരിപ്പുണ്ടല്ലോ സംശയാസ്പദമായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഹെയറിൻ്റെ സാമ്പിളിൽ നിന്ന് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട്. അത് നമ്മുടെ ബോട്ടണിയിൽ തന്നെ ഉള്ളൊരു ടെക്നിക്കാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള പേരൻറ്റേജ്, ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഇപ്പം നമ്മുടെ ജിഷ കൊലക്കേസിലൊക്കെ ഒരു ബ്ലഡ് സാമ്പിൾ കിട്ടി, അതിൽ നിന്നും DNA ഐസൊലേറ്റ് ചെയ്ത് പോളിമറൈസേഷൻ വഴി അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ആ DNA കുറ്റവാളിയുടെ DNA കമ്പയർ ചെയ്തിട്ടാണ് ഇദ്ദേഹം തന്നെയാണ് കുറ്റവാളി എന്ന് കണ്ടെത്തിയത് എന്ന് പറയുന്ന പോലെ തന്നെ ഹെയറിൻ്റെ സാമ്പിളിൽ മുടിയുടെ അറ്റത്തൊരു ചെറിയ കോശമുണ്ട്. ആ ചെറിയ കോശത്തിൽ നിന്ന് കിട്ടുന്ന DNA ആംപ്ലിഫൈ ചെയ്തിട്ട് ഈ സംശയിക്കുന്ന ആളുകളുമായിട്ട് കമ്പയർ ചെയ്തപ്പോഴത്തേക്കും ഈ ആളുകളാണ് എന്ന് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെയാണ് കൊലപാതകം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവർ ഒരു കാരണവശാലും അത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയോ പറഞ്ഞ് സമ്മതിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ബൊട്ടാണിക്കൽ എവിഡൻസ് അവിടെ ഒരു ക്രൂഷ്യൽ എവിഡൻസ് ആയിട്ട് വരുന്നത്. ബോൺ മാരോയിൽ നിന്ന് സ്റ്റേർണത്തിൽ നിന്നൊക്കെ ഡയാറ്റംസിനെ കിട്ടി. അപ്പം ഒരു മുങ്ങി മരണമാണ്, വെള്ളം ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇത് ഈ പിന്നെ കണ്ടൽക്കാട്ടിലാണ് കിട്ടിയത്. അപ്പോൾ കണ്ടൽക്കാട്ടിലെന്ന് വെച്ചാൽ ഒരു പിന്നെ ഫ്രഷ് വാട്ടറും അല്ല സലൈൻ വാട്ടറും അല്ലാത്തൊരു മിക്സ്ചർ ആയിട്ടുള്ളൊരു വാട്ടറാണ്. അവിടെ കാണുന്ന ആൽഗകൾ സ്പെസിഫിക് ആണ്. മറൈൻ കടലിൽ കാണുന്ന ആൽഗകൾ സ്പെസിഫിക്കാണ്, ഒരു നദിയിൽ കാണുന്ന ആൽഗ വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചപ്പോഴത്തേക്കും ആ ആൽഗകൾ ആ ഒരു സ്പോട്ടിൽ ഉള്ള ആൽഗകൾ തന്നെയായിരുന്നു എന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവർ ശരിക്കും ഈ തലയ്ക്ക് അല്ലെങ്കിൽ കഴുത്തിനൊക്കെ അടിയേറ്റ് മൽപ്പിടുത്തം നടന്നതിന് ശേഷം ഇവരെ വെള്ളത്തിൽ മുക്കി നിർത്തി കൊല്ലുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പോൾ അവിടെ ഒരു ക്രൂഷ്യലായിട്ടുള്ള തെളിവായിട്ട് കോടതിയിൽ ഹാജരാക്കിയത് ഈ ഡയാറ്റംസ് അവരുടെ സ്റ്റേർണത്തിലും ബോൺ മാരോയിലും ഒക്കെ കണ്ട ഡയാറ്റമാണ് അവിടെ ക്രൂഷ്യലായിട്ടുള്ള തെളിവായിട്ട് ആക്ട് ചെയ്തത്. ചില സാഹചര്യത്തിലൊക്കെ മരണം നടന്നതിന് ശേഷം ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിടുന്ന സാധ്യത ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും നമ്മുടെ ബോൺ മാരോയുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിൻ്റെ ഉള്ളിലേക്ക് ഡയാറ്റംസ് ഒന്നും പ്രവേശിക്കത്തില്ല. അപ്പോൾ അത് ആൽഗകൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള പോളൻ ഗ്രെയിനെ പോലെ തന്നെ വളരെ ക്രൂഷ്യലായിട്ടുള്ള എവിഡൻസ് നൽകുന്ന ഒരു ബൊട്ടാണിക്കൽ എവിഡൻസ് ആണ്. നിങ്ങൾ ഫോറൻസിക് സിനിമയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ പിന്നെ ഭിത്തിയിൽ ഇങ്ങനെ കൈ ഒരയുമ്പോൾ പായൽ കയ്യിൽ ഒരേ നല്ല ഡ്രസ്സിലാവുന്ന ആ പായലിൽ നിന്നും ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. പായൽ എന്ന് പറഞ്ഞാൽ ആൽഗകൾ തന്നെയാണ്. കേരളത്തിൽ ഇപ്പം 4 വർഷ ഡിഗ്രി കോഴ്സ് ഈ വർഷം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും 4 വർഷ ഡിഗ്രി കോഴ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ പുതിയ കുട്ടികൾക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പല യൂണിവേഴ്സിറ്റികളുടെയും സിലബസിൽ ഈ ഫോറൻസിക് ബോട്ടണി ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അധികം പഠനത്തിന് വിധേയമാക്കപ്പെടാത്തൊരു ഏരിയയാണ് ഫോറൻസിക് ബോട്ടണി എന്ന് പറയുന്നത്. പക്ഷേ നല്ല സ്കോപ്പുള്ള ഒരു ഏരിയയാണ്. ഭാവി കാലം നമ്മുടെ നാട്ടിലും ധാരാളം ഫോറൻസിക് ബോട്ടാണിസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കോഴ്സ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്ത് വളരെ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഈ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്ത ഈ കോഴ്സിന് ഒരു സഹായകമാകും ഈ വീഡിയോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. പുതുതായിട്ട് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്താണ് ഫോറൻസിക് ബോട്ടണി എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ അവർക്ക് ഇതിൽ കൂടെ ലഭിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ എവിഡൻസസ് കളക്ട് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത് എന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങൾ പലപ്പോഴും പല ക്രൈം സീനിലും അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് നടന്ന സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം, അവിടെ ബാൻഡ് ചെയ്ത് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ ഒരു ടാഗ് ചെയ്തിട്ട് ആ ഏരിയ അവർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവിടെയുള്ള എന്തെങ്കിലും എവിഡൻസസ്, തെളിവുകൾ നമ്മൾ നടക്കുകയോ ഒക്കെ ചെയ്യുമ്പം നമ്മുടെ കാലിലൊക്കെ പറ്റും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെ മറ്റൊരു ഫിംഗർ പ്രിൻ്റ് അവിടെ വരാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ക്രൈം നടന്ന സീനിൽ കൈവിരലുകൾ അവിടെ പതിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ അതൊന്നും നഷ്ടപ്പെടാതിരിക്കാനായിട്ടാണ് അവിടെ അവർ റിബൺ വെച്ച് അത് മറച്ചിടുന്നത്. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും നമ്മൾ പോയി എൻ്റർ ചെയ്യാൻ പാടില്ല. എന്നിട്ട് അവരവിടെ ഗ്ലിസറിൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഫോറൻസിക് എക്സ്പേർട്ടുകൾ വന്നിട്ട് ലെൻസൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോ ഭാഗവും പരിശോധിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ സാമ്പിളുകൾ, ഇപ്പോൾ പോളൻ ഗ്രെയിൻ ആയാലും അങ്ങനത്തെ സാമ്പിളുകളെല്ലാം അവർ, അതുപോലെ സീഡ്സ് ആയാലും സ്പോർ ആയാലും എല്ലാം അവർ കളക്ട് ചെയ്ത് പഞ്ഞി അല്ലെ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് ഒപ്പിയെടുത്തതിന് ശേഷം അത് ഫോർമലിനകത്ത് പ്രിസർവ് ചെയ്യുക ചെയ്യുന്നത്. പ്രിസർവ് ചെയ്തതിന് ശേഷം ലാബോറട്ടറിയിലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ആൽഗയൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ അത് കളക്ട് ചെയ്തതിന് ശേഷം അതിനെ ബോട്ടിലാക്കിയിട്ട് ഫോർമലിനകത്ത് പ്രിസർവ് ചെയ്തതിന് ശേഷമാണ് ലബോറട്ടറിയിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ സീഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഹാൻഡ് പിക്ക് ചെയ്ത് ഇതേപോലെ തന്നെ പ്രിസർവേറ്റീവ്സിൽ ഇട്ടതിന് ശേഷമാണ് കൊണ്ടുപോകുന്നത്. ബാക്കി നമുക്ക് മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഹാൻഡ് പിക്ക് ചെയ്ത് കവറിൽ ആക്കി സീൽ ചെയ്തിട്ട് അത് കൊണ്ടുപോകുന്നത്. പിന്നെ ലബോറട്ടറി ചെന്നിട്ടാണ് അതിൻ്റെ പരിശോധന നടത്തുന്നത്. പരിശോധനയിൽ ഒന്നാമത്തേതാണ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. ഇപ്പം ആൽഗ ആയാലും പോളൻ ഗ്രെയിൻ ആയാലും സ്പോർ ആയാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ കൂടെയാണ് മനസ്സിലാക്കുന്നത്. അതിന് നമ്മൾ പലതരത്തിലുള്ള മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഡിസെക്ഷൻ മൈക്രോസ്കോപ്പ്, അതേപോലെ തന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, സ്റ്റീരിയോ മൈക്രോസ്കോപ്പ്, അങ്ങനെ പലതരത്തിലുള്ള മൈക്രോസ്കോപ്പുകൾ ലബോറട്ടറിയിലുണ്ട്. ഈ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഒരു ഗ്ലാസ് സ്ലൈഡിൽ ഈ സാമ്പിൾസ് നമ്മൾ വെച്ചതിന് ശേഷം നമ്മളതിനെ ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കി റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ വുഡൊക്കെ ആണെങ്കിൽ അതിൻ്റെ ടിമ്പർ അല്ലെങ്കിൽ വുഡിൻ്റെ സെക്ഷൻ എടുത്തതിന് ശേഷം അത് പോറുള്ളതാണോ, ഏത് തരം പോറാണ് അതിനകത്തുള്ളത്, ഏത് തരം ടിഷ്യൂസാണ് അതിലുള്ളതെന്നൊക്കെയുള്ളതും മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ കൂടെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ ഒരു ഫൈബറിൻ്റെ പീസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നാച്ചുറൽ പ്ലാന്റ് ഫൈബർ ആണോ, അതോ ഇത് പ്ലാസ്റ്റിക് ഫൈബർ ആണോ, സിന്തറ്റിക് ഫൈബർ ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് സ്റ്റാർച്ച് ഗ്രെയിൻസ്, അതേപോലെ സ്പൈസസിൻ്റെയൊക്കെ സ്റ്റെയിൻസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് വസ്ത്രത്തിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ ഈ സ്റ്റാർച്ച് ഗ്രെയിൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പിക് ആയിട്ട് ചെയ്യാം. അതേപോലെ വസ്ത്രത്തിൽ നിന്ന് കിട്ടുന്ന സ്പൈസസിൻ്റെയൊക്കെ കറിയൊക്കെ വീണു അങ്ങനെയൊക്കെ കറ ഡ്രസ്സിലുണ്ട്, അതൊക്കെ നമ്മളൊരു കെമിക്കൽ എക്സാമിനേഷനിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് പോസ്റ്റ്മോർട്ടം വഴി നമുക്കിപ്പോൾ ഒരു ഏതെങ്കിലും വിഷപദാർത്ഥം ഉള്ളിൽ കൊടുത്തതിന് ശേഷമാണ് മരണം നടന്നത് എന്ന് ആണ് കണ്ടെത്തലെങ്കിൽ ഇത് പല വിഷത്തിനുള്ള പല സോഴ്സ് ഉണ്ട്. കെമിക്കൽ സോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ പ്ലാന്റ് സോഴ്സ് ഉണ്ട്. പ്ലാന്റ് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പലതരത്തിലുള്ള കുമിളുകളുണ്ട്, വിഷക്കുമിളുകളുണ്ട്. അതേപോലെ പല പ്ലാന്റ്സിനും വിഷമുണ്ട്. അപ്പോൾ ഇത്തരം പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള അല്ല ഫഞ്ചൈ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇൻറ്റേർണൽ ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ലൊക്കാലിറ്റിയിൽ എവിടെയെങ്കിലും ഈ പറയുന്ന പ്ലാന്റോ ഫംഗസോ ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. അതൊന്നും അവിടെ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വേറെ ഏതോ ലൊക്കാലിറ്റിയിൽ നിന്നാണ് സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു എവിഡൻസ് ആണ്. അതായത് ഈ പോയിസണിൻ്റെ ഒറിജിൻ ചിലപ്പം മയക്കാനായിട്ട്, ചിലപ്പം ഈ ആളിനെ കൊണ്ടുവരുമ്പോൾ മയക്കാനായിട്ട് ചിലപ്പം പല പ്ലാന്റ്സ്, അതുപോലെ ഫംഗസിൻ്റെ സ്പോറുകളെ ഫഞ്ച് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ ഹാലൂസിനേഷനും അതുപോലെ പോയിസണിനും ഒക്കെ ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് നമുക്ക് ഇൻവെസ്റ്റിഗേഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പേപ്പറിൻ്റെ പീസാണ് കിട്ടിയെങ്കിൽ ആ പേപ്പറിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, ഏത് തരം പ്ലാന്റിൽ നിന്നാണ് പേപ്പർ ഉണ്ടാക്കിയത്, പേപ്പർ പൾപ്പിൻ്റെ പ്രത്യേകത എന്താണ്, എത്രമാത്രം ഹാർഡ്നെസ് ഉള്ള പേപ്പറാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു പേപ്പറിൻ്റെ പീസ് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പലപ്പോഴും ഈ ഡ്രഗായിട്ട് ഉപയോഗിക്കുന്ന ഓപ്പിയം, ടുബാക്കോ, ഡറ്റൂറ, കന്നാബിസ്, ഇങ്ങനത്തെ കുറേ പിന്നെ ഹാലൂസിനോജൻസ് ഉണ്ട്. നമ്മൾ ഡ്രഗായിട്ടൊക്കെ പലരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ അപ്പോൾ ഡ്രഗിൻ്റെ ഇൻടേക്ക് മൂലമാണോ മരണം സംഭവിച്ചത് എന്നൊക്കെയുള്ളത്. അപ്പോൾ അത്തരം പ്ലാന്റ്സിനെ പറ്റി നമുക്ക് ഈ ഫോറൻസിക് എക്സ്പേർട്സിന് ഒരു അറിവുണ്ടായിരിക്കണം.
ഈ പറഞ്ഞ ബോഡിയുടെ അല്ലെങ്കിൽ ഈ ആളിൻ്റെ ബ്ലഡിൽ ഇത്തരം കോമ്പൗണ്ട്സ് ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താനായിട്ടാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫോറൻസിക് ബൊട്ടാണിസ്റ്റ് ആകാം? നമുക്ക് ഫോറൻസിക് ബൊട്ടാണിസ്റ്റ് ആവാനായിട്ട് 2 രീതിയിൽ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ ഫോറൻസിക് ബോട്ടണി സ്പെഷ്യലൈസേഷൻ എടുത്ത് പഠിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. BSc ഫോറൻസിക് ബോട്ടണി, MSc ഫോറൻസിക് ബോട്ടണി പഠിപ്പിക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മുടെ രാജ്യത്തുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോറൻസിക് എക്സ്പേർട്ടായിട്ട് മാറാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ രണ്ടാമത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ബോട്ടണി, കെമിസ്ട്രി, സുവോളജി ഇത്തരം സബ്ജക്റ്റുകളൊക്കെ പഠിച്ച് MSc പാസ്സായ ഒരു കുട്ടിക്ക് സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് ഡയറക്റ്റായിട്ട് എക്സാമിനേഷനുണ്ട്. PSCയുടെ എക്സാമിനേഷനുണ്ട്. അതുപോലെ UPSCയുടെ എക്സാമിനേഷനും ഉണ്ട്. അപ്പോൾ ഈ PSCയുടെ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സയൻറ്റിഫിക് ഓഫീസറായിട്ടാണ് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി എന്ന് പറയുന്നത് പോലീസ് ആസ്ഥാനത്ത് തിരുവനന്തപുരത്താണുള്ളത്. സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി എന്നാണ് പറയുന്നത്. ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിനി PSC എഴുതിയിട്ട് സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ സയൻറ്റിഫിക് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ കുട്ടിയെ വിളിച്ചിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു സെമിനാർ ബൊട്ടാണിക്കൽ എവിഡൻസസ് ഇൻ ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞിട്ട് കൊറോണ പീരീഡിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കൊക്കെ അതാവാം. എല്ലാ വർഷവും നടത്തുന്ന പരീക്ഷയാണ്. കുറച്ച് സീറ്റുകളുണ്ട്. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഫോറൻസിക് സയൻസ് ലബോറട്ടറി എന്ന് പറയുന്നത് CCMB, സെൻറ്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി, ഹൈദരാബാദാണ്. അവിടെയാണ് നമ്മുടെ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഉള്ളത്. DNA അനാലിസിസ്, DNA സീക്വൻസിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരത്തും ചെയ്യുന്നുണ്ട്. വൈറസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് പൂനെയിലുണ്ട്. അപ്പം അങ്ങനെ ധാരാളം ഗവേഷണ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ഗവേഷണ സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് ഇത്തരം കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യതയുണ്ട്. അപ്പം ഫോറൻസിക് ബോട്ടണിയെ പറ്റിയുള്ള ഒരു രത്ന ചുരുക്കം കുറച്ച് കാര്യങ്ങൾ, എന്താണ് ഫോറൻസിക് ബോട്ടണി, എന്താണ് ബൊട്ടാണിക്കൽ എവിഡൻസസ് ഇൻ ഫോറൻസിക് സയൻസ് എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുത്തത്. ഈ ചെറിയ ഐഡിയ ആണെങ്കിൽ പോലും ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വളരെ ഡീറ്റെയിൽഡ് ആൻഡ് ഇൻഡെപ്ത് ആയിട്ട് ഞാൻ പോയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് കിട്ടേണ്ട അത്യാവശ്യമായിട്ടുള്ള അറിവുകളെല്ലാം ഞാൻ ഈ ഡിസ്കഷനിൽ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കേട്ടിട്ട് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് സെലക്ട് ചെയ്യുന്ന കുട്ടിക്ക് തീർച്ചയായിട്ടും നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ആ കുട്ടിക്ക് ഒരു അടിസ്ഥാന അറിവ് ഈ ക്ലാസ്സിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കിത് പ്രയോജനമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മാക്സിമം ഷെയറും സപ്പോർട്ടുമാണ് വീണ്ടും വീണ്ടും ഇത്തരം വീഡിയോകൾ ചെയ്യാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് സമയം വായിക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് ഞാൻ ചിലവാക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു പ്രയോജനമാകട്ടെ എന്ന് കരുതിയിട്ടാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. അവരോട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം. സോ താങ്ക് യു വെരി മച്ച്. അടുത്ത മറ്റൊരു വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.